ഇവിടെ നമ്മുടെ ജാക്കി തലകീഴായിട്ട് തൂങ്ങിക്കിടന്ന് രണ്ട് കയ്യിലും ഓരോ കപ്പ് വെച്ചിട്ട് താഴെ നിറച്ചു വെച്ചിരുന്ന ഡ്രമ്മിൽ നിന്ന് വെള്ളം കോരി മുകളിൽ തൂക്കിയിട്ടേക്കുന്ന ബക്കറ്റിൽ നിറയ്ക്കുകയാണ്. അപ്പൊ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരുന്നപ്പോ ജാക്കി ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്നു. ആ സമയത്തൊന്ന് തിരിഞ്ഞു നോക്കിയത് മാസ്റ്റർ തൊട്ടടുത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നത് അവൻ കാണുന്നു. ഉടനെ ജാക്കി മാസ്റ്റർ അറിയാതെ പയ്യെ താഴെ ഇറങ്ങിയിട്ട് വലിയൊരു പാത്രത്തിൽ വെള്ളം കോരി തൂക്കിയിട്ടിരുന്ന ബക്കറ്റിൽ നിറയ്ക്കുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ജാക്കി ചെയ്യുന്ന കള്ളത്തരം മാസ്റ്റർ കാണുന്നുണ്ടായിരുന്നു. സംഭവം മാസ്റ്റർ ഉറക്കം നടിച്ചതായിരുന്നു. അങ്ങനെ ബക്കറ്റ് നിറഞ്ഞതും ജാക്കി നേരെ മാസ്റ്ററിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മാസ്റ്റർ തന്ന ജോലി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിരിക്കുന്നു. അപ്പോൾ തന്നെ മാസ്റ്റർ അതിനേക്കാളും 2 ചെറിയ കപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, ബക്കറ്റിലിരിക്കുന്ന വെള്ളം തിരികെ ഡ്രമ്മിൽ നിറയ്ക്കാൻ. ഇത് കേട്ട് ഞെട്ടിയ ജാക്കി വേറെ വഴിയില്ലാതെ വീണ്ടും പഴയ പോലെ തൂങ്ങിക്കിടന്ന് വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേന്നേതും ജാക്കി വലിയ ഭരണിയുടെ മുകളിൽ നിർത്തിയിട്ട് ഒരു ഭരണിയിൽ നിന്ന് വെള്ളം കോരി അടുത്ത ഭരണിയിൽ നിറയ്ക്കാൻ പറയാണ്. അങ്ങനെ ജാക്കി കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് ചെയ്ത് ടയേർഡ് ആവുന്നു. അപ്പൊ മാസ്റ്ററിന്റെ ശ്രദ്ധ ഒന്ന് മാറിയതും വെള്ളം ഫുള്ള് നിറഞ്ഞിരിക്കുന്ന ഭരണിയിലേക്ക് അവനെടുത്ത് ചാടുകയാണ്. ഇത് കണ്ട് ജാക്കി അറിയാതെ വെള്ളത്തിൽ വീണെന്ന് വിചാരിച്ച് മാസ്റ്റർ ചിരിക്കാൻ തുടങ്ങി. എന്നാ ജാക്കി വെള്ളത്തിൽ മുങ്ങിപ്പോയതുപോലെ അഭിനയിക്കുകയാണ്. ഉടനെ മാസ്റ്റർ പേടിച്ചോടിച്ചെന്ന് ഭരണിയിലേക്ക് നോക്കിയതും ജാക്കി മാസ്റ്ററിനെ പിടിച്ചു വലിച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഭരണിയുടെ പുറത്തിറങ്ങിയിട്ട് ആ ഭരണി അടച്ച് അതിന്റെ മേലൊരു വലിയ കല്ലെടുത്ത് വെച്ചിട്ട് ഓടിപ്പോകുന്നു. അങ്ങനെ മാസ്റ്റർ പുറത്തു വന്ന് നോക്കിയപ്പോ ജാക്കി അവിടെ ഇല്ലായിരുന്നു. നോക്കുമ്പോ ഒരു സ്ഥലത്ത് തീ കൂട്ടിയിട്ടിട്ട് അതിൽ തുണി ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ജാക്കി. ആ സമയത്ത് ഒരു ഫൈറ്റർ അവിടേക്ക് വന്നിട്ട് ജാക്കിയെ ഭയങ്കരമായിട്ട് അടിക്കാൻ തുടങ്ങി. അപ്പൊ ജാക്കിയും അവനെ തിരിച്ചടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ ഫൈറ്റിൽ തോറ്റ് നാണം കെട്ട ജാക്കി കരഞ്ഞോണ്ട് വീണ്ടും മാസ്റ്ററിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. എന്നാ മാസ്റ്റർ ജാക്കിയോട് പിണങ്ങിയിരിക്കുകയായിരുന്നു. ഉടനെ ജാക്കി കുറച്ച് സോജു ഒഴിച്ച് മാസ്റ്റർക്ക് കൊടുക്കുന്നു. അങ്ങനെ മാസ്റ്റർ മിണ്ടിയ ശേഷം വീണ്ടും ജാക്കി വേണമെന്ന് വെച്ച് ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി.